ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന മെയിൻ പ്രോബ്ലമാണ്, അതായത് നമ്മുടെ ലിപ്സ് ഡാർക്ക് ആവുക, ഡ്രൈ ആവുക, ചാപ്ഡ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ പിഗ്മെൻറ്റേഷൻ വരാൻ പല റീസൺ ഉണ്ട് കേട്ടോ. ഒന്നല്ലെങ്കിൽ നമ്മൾ SPF ഇൻക്ലൂഡ് അല്ലാത്ത ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിന് എന്തുമാത്രം സൺ പ്രൊട്ടക്ഷൻ നീഡഡ് ആണോ അതേപോലെ തന്നെ നമ്മുടെ ലിപ്സിനും സൺ പ്രൊട്ടക്ഷൻ വേണം. അതായത് SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്താൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചുണ്ട് കടിക്കുന്ന ആൾക്കാരില്ലേ, ചുണ്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത്, അങ്ങനെ നനച്ചു കൊടുത്തുകൊണ്ടിരുന്നാലും നമ്മുടെ ചുണ്ട് പിഗ്മെൻറ്റഡ് ആവും. പിന്നെ അടുത്തായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് വരുന്ന ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മളൊക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് മാറ്റ് ആയിട്ടുള്ള ഫിനിഷ് നൽകുന്ന ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഈ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ചുണ്ട് നല്ല രീതിക്ക് ഡാർക്കർ ആവും, അതായത് പിഗ്മെൻറ്റേഷൻ വരും. അതോടൊപ്പം തന്നെ ഇനിയിപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 200-നൊക്കെ ബിലോ ഒക്കെ വരുന്ന ലിപ്സ്റ്റിക്ക് ഒട്ടുമിക്ക ലിപ്സ്റ്റിക്സും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് ഭയങ്കര ഡാർക്കായിട്ട് പിഗ്മെൻറ്റേഷൻ വരും. സോ എപ്പോഴും നല്ല ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ലാഭം നോക്കാണ്ട് നല്ല കുറച്ച് എമൗണ്ട് കൂടിയ നല്ല ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. എങ്കിലും ലിപ്സ്റ്റിക്ക് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നതും പിഗ്മെൻറ്റേഷൻ വരാൻ വേണ്ടി ഒരു കാരണമാകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക, ഒന്ന് നോക്കി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ സ്ക്രബാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വീക്കിലി നമ്മൾ 2 പ്രാവശ്യം സ്ക്രബ് ചെയ്താൽ മതി. ഒരുപാട് സ്ക്രബിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ലൊരു എക്സ്ഫോളിയേഷനും ഈ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു സ്ക്രബാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് തേനാണ്. തേനും പിന്നെ നമ്മുടെ ഷുഗർ, അതായത് പഞ്ചസാര. അപ്പോൾ നമ്മുടെ ചുണ്ടിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓവറായിട്ട് പഞ്ചസാര എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാമല്ലോ, നീഡഡ് ക്വാണ്ടിറ്റി കുറച്ച് മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഹണി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ക്രബ് നമുക്ക് ചുണ്ടിൽ മാത്രമല്ല നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യാൻ നല്ല സ്ക്രബാണ് കേട്ടോ. വീക്കിലി ഒരു 2 ടൈംസ് ഒക്കെ ചെയ്താൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഹണി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹ്യൂമിറ്റൻ്റ് ആണ്. സോ നല്ല രീതിക്ക് നമ്മുടെ ചുണ്ടിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു എക്സ്ഫോളിയൻ്റ് ആണ്. സോ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിക്ക് ലൈറ്റ് ആക്കും കേട്ടോ. ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് നമ്മൾ സ്ക്രബ് ഓവർ ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സപ്പ് ചെയ്യുക. മിക്സപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചുണ്ടിൽ സർക്കുലർ മോഷനിൽ വളരെ ജെൻറ്റിലായിട്ട്, ഒരിക്കലും നമ്മൾ ഓവറായിട്ട് ബലം പിടിച്ച് ചെയ്യരുത് കേട്ടോ, വളരെ ജെൻറ്റിലായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എത്ര മിനിറ്റാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. ഈ ഒരു സ്ക്രബ് നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് നമ്മൾ 10 മിനിറ്റും എന്താ പറയുക എക്സ്ഫോളിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രബിങ് ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചുണ്ട് പൊട്ടിപ്പോവും. സോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ജെൻറ്റലി സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ഓവർ ചെയ്തിട്ട് നമ്മൾ 10 മിനിറ്റ് ലീവ് ഇറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും നമ്മുടെ ചുണ്ടിൽ അനുഭവപ്പെടില്ല. പിങ്ക് ലിപ്സ് ഒറ്റ ടേണിലൊന്നും എന്താ പറയുക ഒരു പ്രാവശ്യം ചെയ്താലൊന്നും അങ്ങനെ ആവില്ല. പക്ഷെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട്, അതൊരു സോഫ്റ്റർ ആൻഡ് സ്മൂത്തർ ടെക്സ്ചർ നമുക്ക് അനുഭവപ്പെടും. പിന്നെ നല്ല രീതിക്ക് ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കും. പിന്നെ പിഗ്മെൻറ്റേഷൻ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം, കുറേ കാര്യങ്ങൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ കെയർ കൊടുത്താലേ ഉള്ളൂ അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്യും, മോയ്സ്ചറൈസേഷൻ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് കാരണം ഇതിൽ തേൻ ഇൻക്ലൂഡ് ആയിട്ടുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക്
വീക്കിലി 2 പ്രാവശ്യം ചെയ്തിട്ട് ഡെയിലി നമ്മൾ ചുണ്ടിൽ തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, വെറും തേൻ, അതായത് പഞ്ചസാര ഇല്ലാണ്ട് തേൻ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുണ്ട് നല്ല രീതിക്ക് നമുക്ക് ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ പോയി കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജെന്റിലി ഇങ്ങനെ മസാജ് ഓവർ ചെയ്യുമ്പം നല്ല രീതിക്ക് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടൊന്ന് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് കാരണം കൊണ്ടിട്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ലിപ് കളർ, അതായത് ഈ ഒരു പിഗ്മെന്റേഷനൊക്കെ പോയിട്ട് നല്ല രീതിക്ക് ലൈറ്റർ ആക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ലിപ് സ്ക്രബ് യൂസ് ചെയ്യുമ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലിപ് ലൈൻസ് ഉണ്ടല്ലോ അത് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് കാരണം തന്നെ അതായത് നല്ല രീതിക്ക് ആ ഒരു ഏജിങ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് ചുണ്ടിൻ്റെ കേസിലാണല്ലോ നോർമലി പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ഒക്കെ ആകുമ്പം കൂടുതലായിട്ട് എടുത്തറിയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീക്കിലി 2 പ്രാവശ്യം സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നല്ല രീതിക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ പിഗ്മെന്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും, ഡ്രൈനെസ് ഒക്കെ പോയിട്ട് നല്ല രീതിക്ക് ഒരു മോയ്സ്ചറൈസേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഈസിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു തേനും അതോടൊപ്പം തന്നെ പഞ്ചസാരയൊക്കെ. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട, കുറച്ചൊന്ന് ജെന്റലി മസാജ് ഓവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലീവിറ്റ് ചെയ്താൽ തന്നെ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഇതിൽ കെമിക്കൽസ് ഒന്നും ഇൻക്ലൂഡ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നോർമലി വിമൻസിന് മാത്രമല്ല, ഐഡിയൽ ഫോർ യൂണിസെക്സ് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഇങ്ങനെ സ്ക്രബിങ് 2 ടൈംസ് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വൺസ് ഒക്കെ മതി വീക്കിലി. ഓവറായിട്ട് എല്ലാ ദിവസവും സ്ക്രബിങ് ചെയ്യരുത് കേട്ടോ, അത് ഡാമേജ് ഉണ്ടാക്കും. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര ജെന്റിലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്തായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മസ്റ്റായിട്ടും ലിപ് ബാം അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ഡേ ടൈമിൽ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലിപ് ബാമാണ്, അതായത് ഡീകൺസ്ട്രക്റ്റിൻ്റെ SPF 30 ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഇതിൽ 1% വൈറ്റമിൻ സി ഉണ്ട്. സോ വൈറ്റമിൻ സി എന്ന് പറയുന്നത് അറിയാം, നമ്മുടെ പിഗ്മെന്റേഷനൊക്കെ മാറ്റിയിട്ട് ലിപ്സ് നല്ലോണം ഒന്ന് ലൈറ്റർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്. പിന്നെ 0.1%ഓളം റിസോഴ്സിനോൾ എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ്, അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് എമൗണ്ട് ഒന്നും ഇല്ല, 186 രൂപയ്ക്കോ 89 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. 86, 87 കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. ആക്ച്വൽ പ്രൈസ് 199 ഒക്കെ ആണ്, പക്ഷേ നമുക്ക് അത്ര എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നല്ല അമേസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാൻ. ശരിക്കും നമ്മുടെ കാരാമിൽക്കിൻ്റെ ഒക്കെ മിഠായി ഇല്ലേ, മിഠായിയുടെ ആ ഒരു സെയിം സ്മെല്ലാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഇതേപോലെ സ്ക്രബിങ് ഒക്കെ ചെയ്യുമ്പോഴേ നോർമലി നമുക്കറിയാമല്ലോ ആ ഒരു pH ബാലൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്റ്റർബ് ആവും. സോ അത് നമ്മൾ പരിഹരിക്കണമെങ്കിൽ നന്നായിട്ട് ഒരു എന്താ പറയുക ലിപ് ബാം യൂസ് ചെയ്യുക. അപ്പോൾ ഡേ ടൈമിൽ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം, ഇനിയിപ്പോൾ നൈറ്റ് റൂട്ടീനിൽ SPF ഇൻക്ലൂഡഡ് ലിപ് ബാം യൂസ് ചെയ്യാനൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയില്ല, നോർമൽ നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്താൽ മതി. അത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ലിപ് ബാമാണ് മാമാഅർത്തിൻ്റെ ലിപ് ബാം, അത് നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ, നമുക്ക് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇതേപോലെ ഒരു ബോട്ടിൽ, അതായത് ചെറിയ രീതിക്ക് ഇങ്ങനെ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ, ഞാനിതൊരു ഡെർമാക്കോടെ സിറമിൻ്റെ ബോട്ടിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേറ്റർ ആകുമ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേറ്റർ ആകുമ്പോൾ നമുക്ക് ഈസിയാണ് പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ. തേൻ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താലും മതി കേട്ടോ, സൂക്ഷിച്ച് വെച്ചാലും മതി.